ഓം ഗ്രീൻ കുട്ടിച്ചാത്ത അച്ചോ ചായക്ക് എന്താ വേണ്ട? മുട്ട ബജ്ജി മതിയോ? മുട്ട പപ്സ് മതിയോ? എന്താ വേണ്ട? നിങ്ങൾ പോണില്ലേ? അവിടെ ആരാ? അച്ഛമ്മേ പൈപ്പിലെ വെള്ളം നിന്നോന്ന്. ദാ കോഴിമുട്ട, പഞ്ചസാര. അച്ചൂനല്ലേ നല്ല വിശപ്പാത്രേ. ചെക്കന്മാർ തേര് കാണാൻ പോയിക്കുകയാണ് കേട്ടോ. തേര് വലിക്കാൻ പോയിക്കുക. തേര് ശരിക്ക് വലിക്കുന്നത് കാണണത്രേ. ഒരു കൊല്ലത്തെ ഗുണം കിട്ടുത്രേ. അച്ചു നോക്ക്, ഒറ്റയ്ക്ക് ഇതൊന്നും കാക്കാനുള്ള സമയമില്ലാണ്ട് പഞ്ചസാര, കോഴിമുട്ട. ഞാനേ അങ്ങനെ കടന്നങ്ങോട്ട് ഉറങ്ങിട്ടോ. എന്താ നമ്മുടെ കണ്ടോ? നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കാണിട്ടില്ല എന്തോ ഒരു ചൂടാൻ വെച്ചിട്ടാണ്. പാലക്കാടൻ ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കില്ല, ചുട്ട് പൊള്ളും നമ്മൾ. ഉറങ്ങിന്നോ? അതിനെ പറയണേ നല്ല ചൂടാണ്. എന്തോ ഒരു ചൂടാ വെച്ചിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും ഇതാ പാത്രം വെച്ചു. ഞാൻ തുണി തിരുമ്മിയിട്ട് തോരടണം വിചാരിച്ചതാണ്. തോരയും തൊട്ടില്ല, ഞാൻ വന്ന് കടന്നു. എന്താ ഈ വെയിലത്ത് പോയി കഴിഞ്ഞാൽ കരിയും. അണ്ടേ ഇവർക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ. ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അമ്മൂനും അച്ചൂനും. കിച്ചൂന് അത്ര വലിയ പിടുത്തല്ല, പക്ഷെ അമ്മൂനും അച്ഛനും നല്ല ഇഷ്ടം. എന്നാൽ അച്ചു ചോദിച്ചതാണ് രാവിലെ, അമ്മ അന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കി തരുമെന്ന്. ഇങ്ങനെ ഓരോ പാത്രം നെയ്യ് നമ്മൾ വാങ്ങട്ടെ. അപ്പോൾ നാളെ സൊസൈറ്റി ഇത് മലയ്ക്ക് പോണ സമയത്ത് ബാക്കി വന്ന നെയ്യാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെറിയ നെയ്യ് വാങ്ങുള്ളൂ അല്ലേ അമ്മോ? ഇത്ര പോകുന്ന നെയ്യ് വാങ്ങുള്ളൂ കേട്ടോ. അതെന്താ ഇത് മലയ്ക്ക് പോകുമ്പോൾ തോനെ വേണ്ടേ? അച്ചൂര് ചെറിയ ബ്രെഡാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് വലുത് വാങ്ങിയിട്ട് വരും. ഇപ്പം ഈ ബ്രെഡ് ഒരിക്കലും ഇവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കണം കേട്ടോ. ആദ്യം എത്ര ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എന്താണെന്നറിയോ, ബ്രെഡ് വാങ്ങി വെച്ചാൽ മതി, കുറച്ച് നെയ്യും ആക്കി കൊടുക്കണ്ട കേട്ടോ. ഇഷ്ടമുള്ള മക്കൾ ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കട്ടെ. ഇത് പൊട്ടിച്ചിട്ടില്ല. എന്ത് അച്ചാറല്ലേ? അച്ചാറ് പൊട്ടിച്ചിട്ടില്ല. ഇന്നെന്താ കൂട്ടാൻ വെച്ചേക്കണമെന്നറിയോ? ചെറുപയർ കൂട്ടാൻ. വൈകുന്നേരത്തേക്ക് അത് മതിയോ? അതിന് ചെറുപയർ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഒരിത് പറയല്ല കേട്ടോ. കഴിക്കാൻ എന്താ കുഴപ്പം, പക്ഷേ ഏട്ടനും അനിയനും പറ്റില്ല. രസമില്ലായ ഉണ്ടോ? പാലൊഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പാലില്ല, വെള്ളത് വെച്ചിട്ട് 2 കോഴിമുട്ട ഉണ്ടാകും വെച്ചിട്ടുണ്ട്. എന്താണ് പിന്നെ പാത്രം എടുത്ത് വെച്ചുമ്പോൾ ചായ വാങ്ങിയിട്ട് പോ. അവിടെ നിന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടില്ലാന്നോ? ഓ എന്ത് നാമോ കഴിച്ചോ കച്ചു? ആ മാങ്ങുപ്പിലിട്ടതിലേ എനിക്കും കൂടി തന്നിട്ടില്ല അവള്. പിന്നല്ലേ അതൊക്കെ അറിയാം. നിങ്ങളൊക്കെ ചെയ്യും അതവിടെ. നിങ്ങൾ എടി അച്ചു മറ്റേ മാങ്ങ കൂടി മുറിച്ചിരുന്നതില് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ അറിയാം. ചെറിയൊരു പാത്രല്ലേ, ആ പാത്രത്തില് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നലെ വേറെ ഒരെണ്ണോട് ഇട്ടോ പറഞ്ഞിട്ട്, അപ്പൊ അച്ഛൻ പറയുന്നു അച്ഛനൊക്കെ തിന്നും. അച്ഛൻ നിങ്ങൾ ഈ വീട്ടിൽ ഞങ്ങളറിയാതൊക്കെ ബിസിനസ് തുടങ്ങിയില്ലേ ഏട്ടാ? ഏട്ടാ നിങ്ങൾ ഈ വീട്ടിൽ ഞങ്ങളറിയാണ്ടൊക്കെ ഓരോന്ന് ചെയ്യൽ തുടങ്ങിയില്ലേ? ഞങ്ങൾ പാവങ്ങളാന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ?
അങ്ങോട്ടേക്ക് കഞ്ഞി കുടിക്കാൻ മതി കേട്ടോ. ഓ നീ ഒരു അച്ഛൻ്റെ കുട്ടി വെളിച്ചും പൂത്തി വെക്കണ്. ഇവിടെ ഒരു വലിയ ഇതെന്താ നീ മാങ്ങല്ലാത്ത പോലെ കട്ടണം. കണ്ടോ അമ്മു, നമ്മൾ മാത്രം ഒറ്റയ്ക്ക് അടി അമ്മു. നമ്മക്ക് നമ്മുടെ കുട്ടിക്ക് അമ്മ ഉണ്ടാക്കി തരാം കേട്ടോ. നമ്മുടെ കുട്ടി അറിയാം. ഞാൻ ഉണ്ടാക്കി തിന്നോളാം. നല്ല രസല്ലേ തിന്നതിന് പകുതി അവിടെ അച്ഛനും കൂടി താട്ടി. നല്ല രസമുണ്ട്. നമ്മുടെ കടയിൽ റോഡ് സൈഡിൽ കിട്ടില്ലേ, അച്ചു മാങ്ങ ഇടാൻ തുടങ്ങി. അതല്ല മാങ്ങല്ല, ഞാൻ ബ്രെഡ് എടുത്ത് അതോടെ കൊണ്ടുവന്നു. അത് ഞാൻ തിന്നാണത്. ഒരു 5-6 പപ്പുവിൻ്റെ കാര്യമാണ് കഷ്ടം. എന്തെന്നറിയാം, ചൂട് സഹിക്കാൻ പറ്റാണ്ട് ഈ പാവത്തിന്. വെള്ളം ഞാൻ കൂട്ടിൽ വെള്ളം ഇന്ന് പൈപ്പിൽ വെള്ളം ഉണ്ട് കേട്ടോ. നാളെ ഞാൻ നനച്ചു കൊടുത്തു. പാവം മൂള് തന്നെ ഏട്ടാ. എങ്ങനെ ഉണ്ട് അച്ചു? ആ ഇങ്ങനെയൊന്നല്ല കേട്ടോ അത് ചെയ്യാ. ഇത് ആക്കില്ലതേ ചെറിയൊരു അവര് ബടക്ക് പോയിരിക്കല്ലേ അമ്പലത്തിൽ പോയി വന്നിട്ട് നമുക്ക് എടുക്കാലോ അല്ലേ. എങ്ങനെയുണ്ട് അച്ചു? ഞാനുണ്ടമ്മു ഇഷ്ടമായോ? ഏട്ടാ ഞങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് തരാണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഏട്ടാ തിന്നുക? തൊള്ളയും കൊണ്ട് പറയിപ്പോൾ മാങ്ങ ഇന്നലെ നിങ്ങൾ തിന്നു എന്ന് അച്ചു പറഞ്ഞല്ലോ. ഞാൻ അവിടേക്ക് പോയി എന്തെങ്കിലുമൊക്കെ ബിരിക്ക് വേണം കേട്ടോ. നിങ്ങൾ ബ്രെഡ് ഇങ്ങനെയല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഇത് മൈദമാവിൽ മുക്കിയിട്ടില്ലേ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിപ്പോൾ അതുപോലെ ഇല്ലേ. കണ്ടോ, ഇനി ചായയിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുപോവാ ആ മാങ്ങ. എന്തൊക്കെ മനസ്സിലായത്? കേക്കിന്റെ ടേസ്റ്റ് പോലെ ഇല്ലേ? കേക്കിൻ്റെ ടേസ്റ്റോ? അത് നിങ്ങൾ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കും. നെയ്യ് മാത്രം ഒഴിച്ചു കൊടുക്കലുള്ളൂ കേട്ടോ. ഇങ്ങനെ മുട്ട ഒഴിച്ചിട്ട് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. ഏതില്? ആ പിന്നെ അതിൽ വേണ്ടേ? ആ അവിടെ ഉണ്ട് പറഞ്ഞു. പക്ഷെ എനിക്ക് തന്നോ? നീ തന്നോ അല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ വേണ്ട, ഞാൻ വേറെ കുപ്പിയിലിടാം. വേണ്ട, നിൻ്റെ അച്ഛൻ്റെയും കുപ്പി മാറ്റി വ്യത്യാസമുണ്ട്. ഞാനും അമ്മും വേറെ കുപ്പിയിലിട്ടോളാം. കിച്ചുവിന് അമ്മൂന് ഗ്ലൂക്കോസ് പൊടിയോ? അതിനെ ചെറുതാക്കണമെന്നോ? അല്ലെങ്കിൽ ഓരോ കഷ്ണം ആർക്കും തിന്നാനുണ്ടേ. ഗ്ലൂക്കോസ് പൊടി ഇവിടുത്തെ ചൂടിന് ഗ്ലൂക്കോസ് പൊടിയൊക്കെ വേണം. അമ്മു നോക്കി എഴുതുന്നു. എന്താ അമ്മു? ഇത് ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. എനിക്ക് ഇപ്പല്ലേ ഇടയ്ക്കിടയ്ക്ക് തലതിരിഞ്ഞിട്ടില്ലേ വീഴാൻ പോവുക തന്നെ. ഇപ്പം എന്താണെന്നറിയില്ല. ഇപ്പം ഞാൻ കുറച്ച് വേറെ മരുന്ന് കഴിക്കണമില്ലേ, ഭയങ്കര ക്ഷീണം കേട്ടോ. എല്ലാവരും പറയില്ലേ ചോറ് കഴിക്കൽ കമ്മിയാക്കുന്നു. ചോറും കൂടി കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇനി നാളെ മുതൽ നോക്കി വെക്കണം എന്ന് വിചാരിക്കേണ്ടതിന് ചോറ് ഒഴിവാക്കാനുള്ളത് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ചോറുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ എന്തെങ്കിലും പലഹാരം ആക്കണമെന്നുള്ളത്. അതാ ചായ ഇട്ടെടുത്തിട്ട് വാ, ഞങ്ങൾക്കൊക്കെ ഉള്ള എടുത്തിട്ട് വാ.
സമാധാനമായോ? മാങ്ങ തൊടരുത് തന്നെ കേട്ടാ. മാങ്ങ തൊട്ട നമ്മളെ കുറുക്കം പിടിക്കും. മാങ്ങ തൊട്ടാൽ നിങ്ങളെ കുറുക്കം പിടിക്കും. ഇത് ഞങ്ങൾക്കും കൂടി ഉള്ള മാങ്ങയാണ്, അച്ഛനും മകൾക്കും മാത്രമുള്ളതല്ല. എൻ്റെ അമ്മ അത് പേടിച്ചിട്ട് ഈ മാങ്ങപ്രാന്ത് കണ്ടിട്ട് അമ്മ പണിയെടുക്കണോടത്തുനിന്ന് മാങ്ങ പറിച്ചു തന്നതാണ് കേട്ടോ. എന്താ അനിയേട്ടന് മാങ്ങ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം അമ്മ മാങ്ങ എന്താ 4 എണ്ണം ഉണ്ട് വായോ പറയും. ഞാൻ പോയി ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ മാങ്ങ ഉപ്പിലിട്ടോണ്ട് ചോറിനാണ് കുഞ്ഞ് കണ്ണിമാങ്ങ ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വാടി വീഴില്ലേ അത്. എന്താ അത് അച്ചയ്ക്കോ? അതിൽ കുറച്ചും കൂടി ഉപ്പിടണം. ആ നിനക്ക് ചായ ഉപ്പല്ല വേണ്ട. ക്ലാസ് എടുക്കും. ഏട്ടൻ തേര് കോവിലേക്ക് പോണില്ലേ? അച്ഛൻ അമ്മൊക്കെ പൊക്കി തൊഴുതോളി, തൊഴുതിട്ട് വന്നോളി. കുപ്പിവെള്ളം വാങ്ങി തരുമോ? കുറേ കുപ്പിവെള്ളം ഉണ്ട് അവിടെ. അമ്മൂര് പോണ്ട. കണ്ണിമാങ്ങ അച്ചാറാട്ടോ. വേണ്ട, അമ്മൂൻ്റെ ചായക്ക്. കിച്ചൂന് ഇന്ന് 3 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 3 മണി കഴിഞ്ഞപ്പോൾ കിച്ചൂനെ ഇങ്ങോട്ട് നേരത്തെ വിട്ടു. അച്ഛനെ നേരത്തെ വിട്ടിയോ? വിട്ടില്ലേ? തത്തനങ്കാലത്തെ വേലണ്ടെന്നും കൂടി എടുത്തോളി ഒന്നും അത് രസണ്ടേ. അത് കഴിച്ചോ? അത് ബ്രെഡും മുട്ടേനേ. നെയ്യ് വെച്ചിട്ടില്ല ഇതിനല്ലേ? അതിൽ നെയ്യ് വെച്ചിട്ടില്ല. ഞാൻ ആ പഴത്തിൻ്റെ കഴിച്ചു. ഇതാണോ മാങ്ങ? കഞ്ഞി കുടിക്കുമ്പോഴേ അച്ചാറിടുമ്പോൾ എന്താണെന്നറിയോ അങ്ങനെ ഇതാവുള്ളൂ. അപ്പം അത് കേട് വരുത്തുന്നു. പച്ചമുളക് ഇനി വാങ്ങിയിട്ട് വേണേ ഫ്രിഡ്ജിൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ ഇതിൻ്റെ ചാറും ഒരു പച്ചമുളകിൻ്റെ ഒരു കഷ്ണവും മാങ്ങയാണ് പറഞ്ഞാൽ കഞ്ഞി കുടിക്കുക. ഇന്ന് ചന്തയ്ക്ക് പോകണം കേട്ടാ. ഇന്ന് നമുക്ക് ചന്തയ്ക്ക് പോവാം. എന്ന് അനിയനെ ചന്തയ്ക്ക് നോക്ക്. ഉണ്ടോ? എന്നാ പാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് വാങ്ങുമായിരുന്നില്ലേ? മധുരം ഉണ്ടെങ്കിൽ പക്ഷെ ഞാൻ കുടിക്കൂല. ഇത് എനിക്കും ഇഷ്ടമല്ല നല്ല മധുരം കുത്തുന്നത്. ഇപ്പൊ ഞാൻ മധുരം ഇല്ലാണ്ട് ചായ കുടിക്കാൻ തുടങ്ങിട്ടോ. എനിക്ക് ഞാൻ ഇപ്പൊ മധുരം തീരെ അല്ലെങ്കിൽ ചായ കുടിക്കും. ഞാൻ എന്താ മധുരം ഇട്ടിട്ട് കുടിക്കണൊക്കെ നല്ല കമ്മിയാക്കി. ഇപ്പൊക്കെ അതുകൊണ്ട് അതാ ബ്രെഡ് അതിൽ കുഞ്ഞുണ്ണി എത്തില്ലേ ഉള്ളു ഇവിടെ. കുഞ്ഞുണ്ണിയേ അവനോ? അംഗനവാടി പോയി വന്നിട്ട് എന്തേ? അച്ഛ അമ്മോ എന്നാ ബാ ഡീ ബാ, ഇത് ചാച്ചനെ കൊണ്ടേ കൊടുത്തിട്ട് വാ. ബായോ. നല്ല സോഫ്റ്റായിട്ട് മുട്ട ഒഴിച്ചത്. ഇത് നല്ല കുറച്ച് നെയ്യ് ഒഴിച്ചതില്ലേ ഇങ്ങനെ മൊരിച്ചിട്ട്. എന്നാ പപ്പൂനെ ഒന്ന് കുളിപ്പിക്കണം. വെള്ളമുള്ള സമയത്തേ കുളിപ്പിക്കാൻ പറ്റുള്ളൂ. കണ്ടോ നല്ല വെള്ളമുണ്ട്. കുളിപ്പിച്ചാലോ? ആ ഡ്രമ്മത്തെ വെള്ളം പൈപ്പിൽ വെള്ളം നിറയ്ക്കട്ടെ കേട്ടോ. ഈ ചെരുപ്പ് ഇടട്ടെ ഞങ്ങൾ. ആവോ ഇത് ചിലപ്പോൾ എടുപ്പ് വലങ്ങും പറഞ്ഞില്ലേ. കുറച്ചൊന്നല്ല, അതിൽ തോനെ വെള്ളമുണ്ട്. ചിലപ്പോൾ എടുപ്പിൻ്റെ പണി കഴിയും.
കഴിഞ്ഞോ? അതിലെവിടെ ആകെ ഒരു ബക്കറ്റ് വെള്ളമുണ്ട്. ആ അത് ഏട്ടന് ഒരു ബക്കറ്റ് വെള്ളം. കഴിഞ്ഞോ? ആ പൈപ്പ് ഇങ്ങോട്ട് എടുത്തിട്ടേ വെള്ളം ഇല്ലെങ്കിൽ പൈപ്പ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ആ ഡ്രം അവിടെ കൊണ്ടുവയ്ക്കണേ. ശരിയാ. എങ്ങനെയാന്ന് വെച്ചാൽ എത്രയും അടുത്താണ് അത്രയും സുഖം പറഞ്ഞിട്ടാണ്. പക്ഷെ എന്താണെന്നറിയാം, അത് വിട്ടിട്ട് വെച്ചിട്ടും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ചെക്കന്മാർ ഇതെവിടേക്കോ ഇനി എവിടെ ഇവിടെ വെച്ചിട്ട് ചെറുതാവുന്ന സമയത്തേ എല്ലാവരുടെ വീട്ടിലൊന്നും മോട്ടർ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ മോട്ടർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതല്ലാതെ വേറൊരു പച്ച പൈപ്പില്ലേ ഒതുങ്ങി കിടക്കുന്നത്, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പല്ലേ, പ്ലാസ്റ്റിക് അല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടാ. ആ പൈപ്പ് കണ്ടിട്ടേ പാമ്പ് പറഞ്ഞിട്ട് ഓടിയിട്ട് എത്ര ഓടിക്കണമെന്ന് പറഞ്ഞിട്ടാ. ഇപ്പോൾ ഇതും ഒക്കെ ഒരു പേടിയില്ല, ഇതേപോലെ ഇരിക്കില്ലേ അല്ലേ ചെറിയ കുട്ടികൾ. വെള്ളം അല്ലേ, വെള്ളം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്തുണ്ടായിട്ടും വെള്ളത്തിന് വെള്ളം തന്നെ വേണം. ഇത് വെച്ചിരിക്കണ മുള അപ്പോ ആച്ചി കുച്ച, നമുക്ക് ചാച്ചി കുച്ച. നല്ല സ്പീഡ് ഉണ്ടല്ലോ. പമ്പിങ് ഉള്ള സമയമുണ്ട്, നല്ല സ്പീഡുണ്ട്. അതിനിന്ന് ഉച്ച മുതലേ ഉണ്ടേ, കണ്ടോ നല്ല സ്പീഡിൽ വരുന്നുണ്ടോ. ലേ ഇവിടെ വയ്ക്കാം, ഇതിൽ വെള്ളം നിറയ്ക്കാൻ. ആ ചാക്കിൽ എന്താ ഉള്ളത്? ചകിരിയോ? അത് ചകിരി. ഇവിടെ വയ്ക്കാതെ അതിൽ ഒക്കെ അത് ഇതും അടച്ചു വയ്ക്കണം. അത് അതിലും വേണമെങ്കിൽ വെള്ളം നിറച്ച് വയ്ക്കുക. ഇതിൽ കൊണ്ട് വെച്ചിട്ട് എവിടെ വെക്കണേ? കുറേ സ്ഥലം പോയി വെച്ച അത് വെച്ച കുറേ സ്ഥലം പോയി. അത് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും സാധനം വാങ്ങണം ആവശ്യമുള്ളത്. ആദ്യ സമയത്തൊക്കെ നെല്ല് വെക്കാനും ഒക്കെ എടുത്തിരുന്ന പാത്രമാണ് കേട്ടോ. ചെമ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ വെള്ളം നിറച്ച് വയ്ക്കാൻ മാത്രം എടുത്ത് വെച്ചിട്ടേ. ഇപ്പോൾ പിന്നെ ഓട്ട് പാത്രം, ചെമ്പ് പാത്രമൊക്കെ നമ്മൾ ആദ്യമൊക്കെ കൊടുക്കില്ലേ, പിന്നെ ഓട്ടപ്പെട്ടിട്ട് നെല്ല് വയ്ക്കുകയൊക്കെ ചെയ്തിട്ട്. ഇതിപ്പോൾ വെറുതെ നമുക്ക് കിട്ടിയിട്ട് എന്താ കാര്യം ഉണ്ടായത് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഒരു കാര്യം ഉണ്ടായില്ല. ഓടിൻ്റെ ഒരു കുറച്ച് ഉരുളി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. മുറുക്കാൻ ചെല്ലപ്പെട്ടിയില്ലേ, ചെല്ലപ്പെട്ടി അടക്കം തരുമായിരുന്നു. അപ്പോൾ നമുക്കൊന്നും പിന്നെ അങ്ങനെ വയസ്സായ ആൾക്കാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചെല്ലപ്പെട്ടി. സുകന്യക്കുണ്ട് സ്റ്റീലിൻ്റെ ചെല്ലപ്പെട്ടി, സ്റ്റീലിൻ്റെ ലോഡിൻ്റെ ചെല്ലപ്പെട്ടിയൊക്കെ അങ്ങനെ വന്നിട്ട് പിടിക്കാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഞങ്ങളുടെ ഏറ്റവും അടുത്ത ലക്ഷ്യം എന്താണെന്നറിയോ? കിണർ കുഴിക്കുക, കുഴൽക്കിണർ കുഴിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അതെന്തായാലും കുഴൽക്കിണർ കുത്താതെ ശരിയാവില്ല, അധികം വഴുകാതെ തന്നെ കുത്തണം അല്ലേ? നമ്മളങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സാധിക്കുമോയെന്നറിയില്ല. എന്തായാലും നീ ഇക്കൊല്ലം ഇല്ലെങ്കിൽ ഇങ്ങനെ പോട്ടെങ്കിലും അടുത്ത കൊല്ലം ആകുമ്പോഴേക്കെങ്കിലും അത് ചെയ്യണം. കുറേ കാലമായില്ലമ്മ, എത്ര കാലമായി എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. ഈ മെയ് 6-ാം തീയതി ആകുമ്പോഴേക്കും 19 വർഷമാവും കേട്ടോ. ഈ കുംഭം മീനമൊക്കെ ആകുമ്പോഴേക്കും, കുംഭം മീനം മേടം ഇടവം എങ്ങനെ പോയാലും 4 മാസം വെള്ളം വരണം വേണ്ടേ അമ്മ? അല്ലെങ്കിൽ വെള്ളത്തിന് എപ്പോഴും എന്താ, കനാലിലെ വെള്ളം ചില സമയത്ത് 15 ദിവസം വിട്ട് കഴിഞ്ഞാൽ ആ 15 ദിവസം അത് കഴിഞ്ഞിട്ടൊരു 10 ദിവസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ആ 10 ദിവസം ഉണ്ടാവില്ല. കനാലത്തെ വെള്ളം ഇറങ്ങി പോകണതിനനുസരിച്ച് കിണറ്റത്തെ വെള്ളം കമ്മിയായി പോകും, അടി പാറ ചെയ്തും കൊണ്ട്.
കുറേ കാലമായിട്ടോ ഈ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടും കൊണ്ട് ഭയങ്കര. ഇപ്പോൾ ഈ വാഷിംഗ് മെഷീൻ കഴിഞ്ഞാൽ അറിയാനേ ഇതില്ല. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം മുട്ടുന്നു. ഒരു കുറച്ച് ദിവസമൊക്കെ വെള്ളം കോരി ഏട്ടാ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ദിവസമൊക്കെ കോരി. കനാലിൽ വെള്ളം വിടുന്നതിൻ്റെ മുമ്പേക്ക് വെള്ളം കോരാൻ നിന്നു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ഉണ്ടോ? നമ്മുടെ ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ചൂടാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയ്ക്കല്ലേ ചൂട് കൂടുതൽ. ചുട്ട് പഴുക്കും പറഞ്ഞില്ലേ. ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ ഒരു 5 മണി കഴിഞ്ഞാലാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഈ ഒരു കാലാവസ്ഥ ഇപ്പോൾ 4:45 ഈ ഒരു കാലാവസ്ഥ. മറ്റേത് ഫുള്ളും ചുട്ട് പഴുത്തിരിക്കും. എങ്ങനെ ഉണ്ടമ്മ ഇതിൻ്റെ ഉള്ളിൽ ചൂടില്ലേ? അമ്മ പറയണേ അതിൽ കടന്നിട്ട് അവൾ വിയർത്ത് കുളിച്ചു ഇത്രേ. എടി അച്ചു ആ പാത്രം അവിടെ നിന്ന് കഴുകിയിട്ട് ചോറ് കൊണ്ടേക്കൂടെ? കണ്ടോ കണ്ടോ? അമ്മൂനാണ് നല്ല സ്പീഡ് കമ്മി. അച്ചൂരും കിച്ചൂരും നല്ല സ്പീഡും വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. ഇന്നിപ്പോൾ കൂട്ടാൻ വൈകുന്നേരത്ത് ചിലപ്പോൾ മുളകുറത്തുള്ളി എന്തെങ്കിലുമൊക്കെ വെക്കേണ്ടി വരും. ചോറ് വെക്കണം. അത് രാധേടത്തി അവിടെ നിന്ന് എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തോണ്ടെന്നാണ്. അത് വലുതൊന്നും ഉണ്ടായിരുന്നു. അത് എവിടെ കിടക്കണാണോ? വലിയതൊന്നും ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്നതാ. കത്തൂട്ടോ വിറക് പിന്നെ നമുക്കില്ലേ എന്താ അവിടെ അപ്പുറത്തും കൂടെ പോയി കഴിഞ്ഞാൽ വിറക് കിട്ടും. പക്ഷെ വെള്ളം കിട്ടായില്ല കേട്ടോ കോരിക്കൊണ്ടെന്നാൽ. വേനൽക്കാലത്ത് വിറകില്ല പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പുറം പോയി കിട്ടും. മുതലാവില്ല ഇത്രയും. രണ്ട് അപ്പുറത്തെ വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യാം? പപ്പു ഉറങ്ങണുണ്ടോ? പപ്പുവിൻ്റെ കൂട് കിടക്കണ നോക്കിയൊക്കെ. പപ്പുവിൻ്റെ കൂട് പറ്റ കേട് വന്നു കേട്ടോ. പറ്റ അങ്ങോട്ട് ഇതായി. ഇനി അവനൊരു ഉണ്ടാക്കണമെന്ന് വിചാരിക്കണുണ്ടായിരുന്നു. ഇപ്പം അതിനിപ്പോൾ സാധിക്കില്ല. ഇനി സാധിക്കുന്ന സമയത്ത് ഉണ്ടാക്കാം. അപ്പം ഇനി എന്തായാലും മഴയൊക്കെ തുടങ്ങാറാവട്ടെ അല്ലേ? മഴയൊക്കെ തുടങ്ങാൻ ആ അങ്ങനെ ചെരിഞ്ഞിരിക്കണുണ്ടോ അല്ലേ കൂട്? അപ്പോൾ വെള്ളം പിടിക്കട്ടെ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.